നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 24-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വയ്ക്കുക. ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു. നീ മത്സരഗൃഹത്തോട് ഒരു ഉപമ പ്രസ്താവിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നീ ഒരു കുട്ടകം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. മാംസകഷ്ണങ്ങൾ, തുട, കൈക്കുറക് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക. ഉത്തമമായ അസ്ഥി കണ്ണങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ കീഴെ വിറകടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക. അതിൻ്റെ അസ്ഥികൾ അതിനകത്ത് കിടന്ന് വേകട്ടെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അകത്ത് ക്ലാവുള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന്, രക്തപാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം. അതിനെ കണ്ണം കണ്ണമായി പുറത്തെടുക്ക. ചീട്ട് അതിന്മേൽ വീണിട്ടില്ല. അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യേ ഉണ്ട്. അവൾ അത് വെറും പാറമേലത്രേ ചൊരിഞ്ഞത്. മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്ത് ഒഴിച്ചിട്ടില്ല. ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകാതെ വണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. രക്തപാതകങ്ങളുടെ നഗരത്തിന് അയ്യോ കഷ്ടം. ഞാൻ വിറക് കൂമ്പാരം വലുതാക്കും. വിറക് കൂട്ടുക, തീ കത്തിക്ക, മാംസം വേകട്ടെ, ചാറ് കുറുകട്ടെ, അസ്ഥികൾ വെന്തുപോകട്ടെ. അതിൻ്റെ താമ്രം കാഞ്ഞ് വെന്തുപോകേണ്ടതിന്, അതിൻ്റെ കറ അതിൽ ഉരുകേണ്ടതിനും, അതിൻ്റെ ക്ലാവ് ഇല്ലാതെ ആകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കനലിന്മേൽ വയ്ക്കുക. അവൾ അധ്വാനം കൊണ്ട് തളർന്നുപോയി. അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല. അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല. നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകായികയാൽ ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളും ഇനി നിന്റെ മലിനത നീങ്ങി നീ ശുദ്ധയായി തീരുകയില്ല. യഹോവയായ ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു. അത് സംഭവിക്കും. ഞാനത് അനുഷ്ഠിക്കും. ഞാൻ പിന്മാറുകയില്ല, ആദരിക്കുകയില്ല, സഹതപിക്കുകയുമില്ല. നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിൻ്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കരയുകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. നീ മൗനമായി നെടുവീർപ്പിട്ടുകൊള്ളുക. മൃതവിലാപം കഴിക്കരുത്. തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക. അധരം മൂടരുത്. മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും വരുത്. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്ത് എൻ്റെ ഭാര്യ മരിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു. അപ്പോൾ ജനം എന്നോട്, നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്ത്? ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിൻ്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും ആയിരിക്കുന്ന എൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ച് പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും. നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പ് കാലിലും ഇരിക്കും. നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും. ഇങ്ങനെ യെഹെസ്കേൽ നിങ്ങൾക്ക് അടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന്
നിങ്ങളറിയും മനുഷ്യപുത്ര, അവരുടെ ശരണവും അവരുടെ മഹത്വവുമുള്ള സന്തോഷവും അവരുടെ കണ്ണിന്റെ ആനന്ദവും അവരുടെ ഹൃദയ വാഞ്ചയും ആയിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ, ആ നാളിൽ തന്നെ ചാടിപ്പോകുന്ന ഒരുത്തൻ നിന്റെ അടുക്കൽ വന്ന് വസ്തുത നിന്നെ പറഞ്ഞു കേൾപ്പിക്കും. ചാടിപ്പോയവനോട് സംസാരിപ്പാൻ അന്ന് നിന്റെ വായ് തുറക്കും. നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും. അങ്ങനെ നീ അവർക്ക് ഒരടയാളമായിരിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യെഹെസ്കേൽ പ്രവാചകൻ ഇസ്രായേലിന് ത്യാഗപൂർണമായ ഒരടയാളമാകുന്ന അധ്യായമാണിത്. പ്രവാചകന്മാരെ ദൈവം വാമൊഴിയായും മരമൊഴിയായും ദൈവവചനം അറിയിക്കുക മാത്രമല്ല, അവരുടെ ജീവിതം കൊണ്ടുള്ള സന്ദേശം നൽകുവാനും ഉപയോഗിക്കും. അത് ചിലത് വേദനാജനകമായിരിക്കും. ഇയ്യോബ്, യിരെമ്യാവ്, ഹോശേയ, യോന, യോഹന്നാൻ തുടങ്ങിയവർ വിവിധ നിലയിൽ അടയാളങ്ങൾ ആയവരാണ്. പ്രവാസത്തിന്റെ 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി യെഹെസ്കേലിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഒരു കുട്ടകത്തിൽ മാംസം വേവുന്ന കാര്യം പ്രസംഗിക്കാനായിരുന്നു അരുളപ്പാട്. ഇസ്രായേല് ക്ലാവ് പിടിച്ച കുട്ടകത്തിന് തുല്യമാണ്, അതിനെ ശുദ്ധീകരിക്കുക അസാധ്യമാണെന്നായിരുന്നു സന്ദേശം. ഇസ്രായേലിന്റെ രക്തപാതകം നിമിത്തം ദൈവം പെട്ടെന്ന് തന്നെ അവരെ നാമാവശേഷമാക്കും എന്ന് യെഹെസ്കേൽ പ്രവചിച്ചു. 15 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത് ഈ പ്രവചന അനന്തരമായിരുന്നു തന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ ഇടപെടൽ. ഭാര്യ മരിക്കും, വിലപിക്കരുത് എന്നായിരുന്നു ദൈവം പറഞ്ഞത്. അന്ന് വൈകുന്നേരത്ത് തന്റെ കണ്ണിന്റെ ആനന്ദമായ ഭാര്യ മരിച്ചു. യെഹെസ്കേൽ കരഞ്ഞില്ല. എന്തുകൊണ്ട് കരയുന്നില്ല എന്ന് ജനത്തിന്റെ ചോദ്യത്തിന് മറുപടി, ഇതുപോലെ നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദമായവ നഷ്ടമാകും. പക്ഷെ നിങ്ങൾ കരയരുത്, വിലാപം കഴിക്കരുത്. നിങ്ങളുടെ ദേവാലയം ദൈവം തകർക്കും. നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദമായ മക്കൾ കൊല്ലപ്പെടുകയും ചെയ്യും. എന്നാൽ വിലപിക്കരുത്. മറ്റുള്ളവർ കൊണ്ടുവരുന്ന അപ്പം തിന്നാൻ ചെരുപ്പ് ഊരുകയും തലപ്പാവ് മാറ്റുകയും ചെയ്യരുത്. ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തിനായി ഭാര്യയുടെ ജീവൻ കൊടുക്കാനും കുടുംബ സന്തോഷം ത്യജിക്കാനും യെഹെസ്കേൽ തയ്യാറായത് കണ്ടിട്ടും ഇസ്രായേൽ കുലുങ്ങിയില്ല. ഇസ്രായേലിന്റെ മേലുണ്ടായ ന്യായവിധിയുടെ നാൾ വരെ യെഹെസ്കേൽ മൗനമായിരുന്നെന്നും പിന്നീട് ജനത്തോട് വാചാലനായെന്നും പറഞ്ഞ് ആണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലെ പ്രവാചകനെ ദുഃഖത്തിലൂടെ കടത്തുവാൻ ദൈവത്തിന് ഇഷ്ടം ഉണ്ടായി. പക്ഷേ ഇസ്രായേൽ പഠിച്ചില്ല, അനങ്ങിയില്ല, മാനസാന്തരപ്പെട്ടില്ല. അതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് അകത്തും പുറത്തും ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനായി ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.